ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷിയുടെ പേരിൽ ഇമ്പാക്റ്റ് 2.0 എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിൽ ആൽഫ ആർക്കിടെക്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വാഹന വിപണിയിലേക്ക് കടന്നു വന്ന ഒരു വാഹനമാണ് ടാറ്റ എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ആൾട്രോസ് എന്ന് പറയുന്ന പ്രീമിയം ഹാച്ച്ബാക്ക്. കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ നമ്മൾ ടാറ്റ ആൾട്രോസിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഐ-ടർബോ എഞ്ചിൻ്റെ വിശേഷങ്ങളും നമ്മൾ പങ്കുവച്ചു. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ടാറ്റ ആൾട്രോസിൻ്റെ ഡീസൽ എഞ്ചിനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ ഡീസൽ എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പെർഫോമൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾട്രോസ് എന്ന് പറയുന്ന മോഡലിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഒരു വർഷത്തിന് ശേഷം അതിൽ വന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾക്ക് മുകളിലുള്ള ഐ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ടാറ്റ ആൾട്രോസ് ഒരു വർഷം മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതിനുശേഷം വന്ന ഐ-ടർബോ എഞ്ചിൻ്റെ അകത്ത് ഒരുപാട് സീക്രട്ട് ഫീച്ചറുകളും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത 2 വീഡിയോകൾ ഐ ബട്ടൻ്റെ അകത്തുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് കാണാം. ഇന്ന് നമ്മളിരിക്കുന്നത് ടാറ്റ ആൾട്രോസ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന മോഡലിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഡീസൽ എഞ്ചിൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടാവുന്ന സമയത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ നോയ്സ് നമുക്ക് കേൾക്കാനുണ്ട് എന്നുള്ള. ട്രാൻസ്മിഷൻ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 5+1, അതായത് റിവേഴ്സ് അടക്കം. റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് കൂടി കൊടുത്തിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറ യൂണിറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് വാഹനം ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ മുന്നിലേക്ക് എടുക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 2000 RPM എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഒന്നുകൂടി കംഫർട്ട് ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ 3rd ഗിയറിലാണുള്ളത്. നേരത്തെ നമ്മൾ ഐ-ടർബോയുടെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ 3rd ഗിയറിന് അൾട്രോസിൽ എല്ലാത്തിനകത്തും കുറച്ചുകൂടി കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ഡീസൽ എഞ്ചിൻ്റെ അകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. അത് 90 ഹോഴ്സ് പവറിൻ്റെ അകത്തും അതുപോലെ തന്നെ 200 Nm ടോർക്കിനകത്തുമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 25 km/ലിറ്റർ ഒക്കെയാണ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളുടെ ഡ്രൈവ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ റോഡുകൾ അനുസരിച്ചൊക്കെ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അത് വരാറുമുണ്ട്. സാധാരണ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സസ്പെൻഷൻ വളരെ നല്ല സസ്പെൻഷനാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈവേയിലാണ്. പക്ഷെ നേരത്തെ ഒരുപാട് കച്ചറ റോഡുകളിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാഹനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റോഡുകളിലൂടെ, അതായത് ടാറിട്ട റോഡുള്ളതും അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള ഏരിയകളിലൂടെയൊക്കെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. 16 ഇഞ്ച് ഡുവൽ ടോൺ അലോയ് വീലാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അലോയ് വീലാണ്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിനെ കുറിച്ച് വളരെ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൽഫ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് 2.0 എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജും ഒക്കെ ആ ഒരു ഷാർപ്പ് എഡ്ജുകളും ക്യാരക്ടർ ലൈനുകളും അതുപോലെ തന്നെ ആ ഒരു ലേസർ കട്ട് എഡ്ജുകളും എല്ലാം തന്നെ വളരെ മനോഹരമാക്കുന്ന ഒരു എക്സ്റ്റീരിയറാണ് ടാറ്റ ആൾട്രോസിനകത്തുള്ളത്. അതിനകത്ത് നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ്, കോർണറിംഗ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും മനോഹരമായ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, അൾട്രോസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം റെഡ് കളറാണ്. റെഡും അതുപോലെ തന്നെ റൂഫ് ഭാഗം നമുക്ക് ബ്ലാക്കും വന്നിട്ടുള്ള നല്ല രസകരമായിട്ടുള്ളൊരു കളർ. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ക്യാരക്ടർ ലൈനുകളൊക്കെ നമുക്ക് നന്നായിട്ട് എടുത്ത് കാണാം. ഒരു കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ടാറ്റ ആൾട്രോസ് കീപ്പ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം അല്ലേ? അതുപോലെ തന്നെ 90 ഡിഗ്രി ഓപ്പൺ ആക്കാവുന്ന ഡോറുകൾ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ചുകൂടി പ്രായമായ ആളുകൾക്കും അല്ലെങ്കിൽ വാഹനത്തിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും കുറച്ചുകൂടി ഈസി ആക്സസിനും അതുപോലെ തന്നെ ലഗേജസ് ഒക്കെ നമ്മൾ കയറ്റുകയാണെങ്കിൽ അതിനും കൂടി ഉതകുന്ന തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവമാണത്. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഡോർ അടക്കാൻ കുറച്ചുകൂടി അങ്ങോട്ട് എത്തി വലിയേണ്ടി വരും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് LED ക്ലസ്റ്ററുകൾ, അതുപോലെ തന്നെ ഫാബ്രിക് അപ്പോൾസ്റ്ററിയുള്ള ഒരു സീറ്റ്. നേരത്തെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഒന്ന് പ്രീമിയം ആക്കാമായിരുന്നു അൾട്രോസിൻ്റെ ഇൻറ്റീരിയർ എന്ന് തോന്നിയിരുന്നു. അത് ഐ-ടർബോയിലേക്ക് വന്ന സമയത്ത് സീറ്റ് ലെതർ കൊടുത്ത് കുറച്ചുകൂടി പ്രീമിയമാക്കി ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാറ്റമായിരുന്നു. ഐ-ടർബോയുടെ വീഡിയോനകത്ത് ഞാനത് കാര്യമായിട്ട് എടുത്ത് പറയുന്നുമുണ്ട്. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട്
ഡൗൺ ആവും. അതായത് റിവേഴ്സിലേക്ക് വരുന്ന സമയത്ത് പിറകിലുള്ള കാര്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് നമ്മളെ അറിയിക്കുകയാണ്. ഡ്രൈവിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ലാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാഹനം പൂർണ്ണമായിട്ടും വളരെ കംഫർട്ടായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. ട്രാൻസ്മിഷനും ആക്സലറേഷനും ക്ലച്ചും കാര്യങ്ങളും ഒന്നും തന്നെ അത്ര വലിയ റിസ്കി ടാസ്കുകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനി വിസിബിലിറ്റി ഒരു പ്രശ്നമായിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, സീറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ പല വാഹനങ്ങളും സീറ്റിംഗ് പൊസിഷൻ ഒന്നുകൂടി ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല പ്ലസ് പോയിൻ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതേതായാലും നല്ലൊരു മാറ്റം തന്നെയാണ്. ഇനി നമുക്കിവിടെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒന്നുകൂടി സ്പീഡാക്കിയിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കണം. ലോഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാനൊന്നിപ്പോൾ ഇവിടെ സൈഡാക്കിയിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് ഗിയറിലിട്ടു. ഞാനൊന്ന് ആക്സലറേഷൻ കൊടുക്കാൻ പോവാണ്. റെഡി? ഫുൾ ആക്സലറേഷൻ കൊടുത്തു. ചെറിയ ലാഗ് ഉണ്ട്, പക്ഷേ RPM അപ്പായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങ് എടുത്ത് പോയിക്കോളും. അതായത് അങ്ങ് കുതിച്ചങ്ങ് പോകുന്നുള്ളതാണ്. അങ്ങനെയാണ് ആൾട്രോസ് ശരിക്കും കിക്കാവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു തവണ കിക്കായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ലീനിയറായി അങ്ങനെ പോയിക്കോളും ആശാൻ. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു ലാഗ് ഒഴിവാക്കാൻ ആളുകൾ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സലറേഷൻ കൊടുത്തെടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുമ്പോൾ നോർമലി പോലെ തന്നെ നമുക്ക് ലീനിയർ എന്നുള്ള രൂപത്തിൽ തന്നെ കിട്ടും. കൊള്ളാമല്ലേ? പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത് കുറച്ചുകൂടി ഉയർന്ന പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിനാണ് എന്ന് തന്നെ പറയാം. അതായത് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് ആവശ്യമുള്ളൊരു ഡ്രൈവ് എന്തൂസിയാസം, ഒരു ഫാമിലി പർപ്പസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഒരു പെർഫോമൻസും അതിനനുസരിച്ചുള്ള കംഫർട്ടും ഒക്കെയുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഡീസൽ എഞ്ചിൻ്റെ അകത്ത് വരുന്നത്. 2 ഡ്രൈവ് മോഡുകളുണ്ട്. ഒന്ന് Economy drive mode activated. ഒന്ന് എക്കോണമി ഡ്രൈവ് മോഡാണ്. രണ്ടാമത്തത് City drive mode activated. സിറ്റി ഡ്രൈവ് മോഡും ആണ്. അതായത് 2 ഡ്രൈവ് മോഡുകളുണ്ട്. നമുക്ക് സിറ്റിയിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ സിറ്റി ഡ്രൈവ് മോഡ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സിറ്റി ഡ്രൈവ് മോഡാണ്. കുറച്ചുകൂടി ഒരു പഞ്ചി ആയിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട്. സിറ്റിയിലൊക്കെ വളരെ കൂളായിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാം. ഇപ്പം ഞാൻ ഒരു കാലിയായ ഒരു ഹൈവേ ആണ്, അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് ഇതറിയപ്പെടുക. ആ റൂട്ടിലൂടെയാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ അൾട്രോസ് ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സായ പോലെ തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിനെ മിസ് ചെയ്തു എന്ന് പറയാം. ടാറ്റ അൾട്രോസ് ഒരു വർഷം മുമ്പ് വാഹന വിപണിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ വാഹനത്തിന് ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കടന്നു വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഐ-ടർബോയുടെ ലോഞ്ചിലും ഓട്ടോമാറ്റിക്കിനെ നമ്മൾ കണ്ടില്ല. സ്വാഭാവികമായിട്ടും ടാറ്റ അൾട്രോസിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഒരു മിസ്സിങ് തന്നെയാണ്. എന്നാൽ ഒരു DCT, അതായത് ഒരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ ഐ-ടർബോയുടെ അകത്ത് വരും എന്നുള്ള ഒരു പ്രതീക്ഷ പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഐ-ടർബോ ഡ്രൈവ് ചെയ്തൊരു സിറ്റുവേഷൻ വെച്ച് കുറച്ചുകൂടി നല്ലൊരു സെറ്റപ്പ് തന്നെ ആയിട്ട് ഐ-ടർബോ എഞ്ചിൻ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. രണ്ടാമതൊരു മിസ്സിങ്, ഒരു സൺറൂഫ് i20-ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൺറൂഫ് കൂടി വെക്കാമായിരുന്നു എന്ന് തോന്നി. അത് പുതുതായിട്ട് വന്നപ്പോൾ കേട്ടോ, 1 വർഷം മുമ്പ് വന്നപ്പോഴല്ല, അത് വേണമെങ്കിൽ ഒരു മിസ്സിങ് ആണെന്ന് പറയാം. സൺറൂഫിന് ഇന്ത്യൻ വാഹന വിപണിയിൽ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുന്നു. ഫോർച്യൂണറിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് പോലും എന്തുകൊണ്ടൊരു സൺറൂഫ് ഇല്ല എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടാറ്റ അൾട്രോസിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ടാറ്റ അൾട്രോസ് നമ്മളുടെ കയ്യിലുണ്ട്. നമ്മളത് ഒരുപാട് ദൂരം ഓടിച്ചു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓടിച്ചു. ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ ശ്രമിച്ചു നോക്കി. അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനുണ്ടെങ്കിൽ അതും വീഡിയോയുടെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതൊക്കെ വളരെ സഹായിക്കുന്ന ഇമ്പ്രൂവിങ് പോയിന്റുകളാണ്. അങ്ങനെ ഒരുപാട് കമൻറ്റുകളിലൂടെ തന്നെയാണ് നമ്മളുടെ വീഡിയോകൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെച്ചപ്പെട്ടിട്ടുള്ളത് എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്.
അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്.